പിക്ചർ ബേസ്ഡ് വൊക്കാബുലറി ആണ്. ഓക്കെ, പിക്ചർ ബേസ്ഡ് വൊക്കാബുലറി. സോഴ്സ് ഏതാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാൾട്ട് ലൈൻസ് എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഫാൾട്ട് ലൈൻസ്. ദ ഹിന്ദു ബേസ്ഡ് വൊക്കാബുലറി ആണ്. ഓക്കെ, പാർട്ട് 5 ആണ്. ഫുള്ള് പിക്ചേഴ്സ് ബേസ് ചെയ്താണ് ഇതിൻ്റെ അനാലിസിസ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ മിസ്റ്റേക്സസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അഭിപ്രായം രേഖപ്പെടുത്തൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ പ്ലീസ് കമൻറ്റ് mistakes as soon as possible. ഓക്കെ, ഇത് മെയിനായിട്ട് സെൻട്രൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും പിന്നെ ഇംഗ്ലീഷ് കുറച്ച് ഡെവലപ്പ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്കും വേണ്ടിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ വൊക്കാബുലറി ഇംഗ്ലീഷിൻ്റെ കേസസിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മെജോറിറ്റി നമ്മുടെ ഇംഗ്ലീഷിൻ്റെ കേസിൽ വൊക്കാബുലറിയാണ്. ഓക്കെ, ഇതിലുള്ള വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷസിനെ ബേസ് ചെയ്തുള്ള സാധനമാണ്. സാധാരണ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ വേർഡ് കോൺവിക്ട്സ്. കോൺവിക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഫൗണ്ട് ഗിൽറ്റി ഓഫ് ക്രൈം ഒഫൻസ് ആൻഡ് സെർവിങ് സ്റ്റാൻഡ്സ് ഓഫ് ഇംപ്രിസൺമെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഉണ്ടോ? ഒരു ശിക്ഷയ്ക്ക് ഒരു കുറ്റത്തിന് കൊടുക്കുന്ന ശിക്ഷ മാതിരിയാണ്. ഓക്കെ, ഉണ്ടോ? ഒരു കുറ്റം ചെയ്തു, അതിനെ കൊടുക്കുന്ന അടി, അതാണ് കോൺവിക്ട്സ് എന്ന് പറഞ്ഞാൽ. എ പേഴ്സൺ ഫൗണ്ട് ഗിൽറ്റി ഓഫ് ക്രിമിനൽ ആൻഡ് സെർവിങ് എ സ്റ്റാൻഡ്സ് ഓൺ ഇംപ്രിസൺമെന്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇന്റർവെൻഷൻ അടുത്ത വേർഡാണ്. ഇന്റർവെൻഷൻ. ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ ആക്ഷൻ ടേക്ക് ടു ഇംപ്രൂവ് ഓർ ഹെൽപ്പ് എ സിറ്റുവേഷൻ. ആക്ഷൻ ടേക്ക് ടു ഇംപ്രൂവ് ഓർ ഹെൽപ്പ് എ സിറ്റുവേഷൻ എന്നുള്ളതാണ്. ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അതേപോലെ കൺട്രി ടു ബിക്കം ഇൻവോൾവ്ഡ് ഇൻ ദ അഫയേഴ്സ് ഓഫ് അനദർ കൺട്രി വെൻ ദേ ഹാവ് നോട്ട് ബീൻ ആസ്ക്ഡ് ടു. ഒരു കൺട്രിയിലെ ഒരു പ്രശ്നം വരുമ്പോൾ വേറെ കൺട്രി വന്നിട്ട് ഒരു ആവശ്യപ്പെടാതെ തന്നെ അവസ്ഥേനെയാണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. ഇന്റർവെൻഷൻ ആണ്. ഇപ്പോൾ ഉണ്ടോ, ഈ ഒരു ആൾക്കൊരു പ്രശ്നം ഉണ്ടായി, എല്ലാവരും കൂടി ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിന് ഇന്റർവെൻഷൻ എന്ന് പറയും. ഇമേജ് വെച്ചാൽ മതി ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ്. അപ്പോൾ എക്സാമ്പിളിലേക്ക് കിടക്കാം. തമിഴ്നാട് ഗവർണർ ഇൻ ആക്ഷൻ ഓൺ അഡ്വൈസ് ഫ്രീ രാജീവ് ഗാന്ധി കേസ് കോൺവിക്ട് വാറന്റഡ് ജുഡീഷ്യൽ ഇന്റർവെൻഷൻ. ജുഡീഷ്യൽ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജുഡീഷ്യൽ ഇന്റർവെൻഷൻ. ഓക്കെ, കോൺവിക്ട്സ് അറിയാലോ. ഓക്കെ, പാരഡോൺ എന്ന് പറഞ്ഞാൽ എന്താ? ദ ആക്ഷൻ ഓഫ് ഫോർഗിവിങ് ഓർ ബീങ് ഫോർഗിവ്നെസ് ഫോർ ആൻ എറർ ഓർ ഒഫൻസ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ സോറി പറയുക, എന്തെങ്കിലും ചെയ്ത് ഗീവ് പാരഡോൺ എന്നല്ല, സോറി, നമ്മളൊരു കുറ്റം ചെയ്തു, ഐ എം സോറി എന്നൊക്കെ പറയുന്നത്. എററിന് വേണ്ടിയിട്ടുള്ള ഫോർഗിവ്നെസ് എന്ന് പറയുന്നത്. പിന്നെ പാരഡോൺ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ടേമിനാണെങ്കിൽ നമ്മൾ ശിക്ഷ കുറയ്ക്കുന്ന പരിപാടികളുണ്ട്. പ്രസിഡന്റ് കൊടുക്കുന്ന പാരഡോൺ ഉണ്ട്. അതാണ് നമ്മളെ ഈ ആർട്ടിക്കിളിൽ മെയിനായിട്ടുള്ളത്. ഓക്കെ, ശിക്ഷ കുറച്ചു കൊടുക്കുക, അതാണ് ഈ ചിത്രം കാണിച്ചിരിക്കുന്നത്. ഗവർണർ ഓഫ് തമിഴ്നാട് ബൻവാലി ലാൽ പുരോഹിത്. ഓക്കെ, നോട്ട്, ഇത് ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. വീഡിയോ അപ്ലോഡ് ചെയ്ത ഡേറ്റ് നോക്കുക. ഓക്കെ, ബൻവാലി ലാൽ പുരോഹിത് ടു വിത്ത്ഹോൾഡ് ദ ഡിസിഷൻ ഓൺ അപ്ലൈഡ് സീക്കിംഗ് പാരഡോൺ ഫിൽഡ് ബൈ AG Perarban, one of the 7 prisoners convicted in Rajiv Gandhi assassination case എന്നുള്ള. ഓക്കെ, ഇനി അടുത്ത വേർഡാണ് ഫാറ്റി അക്കംപ്ലൈ. ഫാറ്റി അക്കംപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് ദാറ്റ് ഹാസ് ഓൾറെഡി ഹാപ്പൻ ഓർ ബീൻ ഡൺ ദാറ്റ് യു കനോട്ട് ചേഞ്ച്. പാസ്റ്റിൽ ഒരു കാര്യം നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ലല്ലോ പ്രസൻറ്റ് കൊണ്ട്, അതന്നെ സംഭവം. ഓക്കെ, ഇർവൊക്കാബിൾ എന്നൊക്കെ പറയും, അങ്ങനെയും പറയാം. ഓക്കെ, ഫാറ്റി അക്കംപ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റിൽ നമ്മളൊരു കാര്യം ചെയ്തു, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായിപ്പോയി. അതാണ്, നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ SSCൻ്റെ ഒരു സാധനം ഫയൽ ചെയ്തു, അത് പിന്നെ ഫയൽ ചെയ്ത് നമ്മൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് പിന്നെ മാറ്റാനുള്ള ഒരു കാര്യമില്ല.
അതാണ്. ഓക്കെ. A subsequent resolution passed the Council of Ministers in favor release all 7 prisoners have rendered the matter fatty accomplice. Okay. Rendered എന്ന് പറഞ്ഞാൽ rendered എന്ന് പറഞ്ഞാൽ സർവീസ് കൊടുക്കുക എന്നുള്ള മീനിങ് ആണ്. സർവീസ് കൊടുക്കുക എന്നുള്ള മീനിങ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അടുത്ത സ്ലൈഡ്സിൽ വരും. ഓക്കെ. Reiterated എന്ന് പറഞ്ഞാൽ എന്താ? Reiterated, to repeat something that you have already said, especially to emphasize it. ഈ ടീച്ചർ ഒരു കാര്യം തന്നെ 10 പ്രാവശ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. എന്തിനാണ്? അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതാണ് reiterated എന്ന്. To repeat something that you have already said, especially to emphasize it. എക്സാമ്പിളിലേക്ക് വരാം. That case, Justice V.R. Krishna Iyer speak for majority judgment reiterated that the advice of appropriate government bind the head of the state. ആണ് reiterate ചെയ്തു ഈ സെന്റൻസ് ആണ്. ഓക്കെ. ഓക്കെ. The majority of judge ഒന്നും കൂടി പറഞ്ഞു the advice of appropriate government bind the head of state എന്നുള്ളതാണ്. advice of government bind the head of state എന്നുള്ളതാണ്. ഓക്കെ. presumption എന്നെന്താ? presumption എന്നാൽ an idea is taken to be true on the basis of probability ബേസ് ചെയ്തുള്ള ഐഡിയ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? presumption എന്ന് പറയുന്നത്. presumption ഉണ്ടോ? ഇത് സ്ട്രോഡിഞ്ചർ കാറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. സ്ട്രോഡിഞ്ചർ കാറ്റ് പറ്റി അറിയാത്ത പൊതുവെ ആൾക്കാർ കുറവാണ്. എന്നാലും ഞാൻ പറയാം. ഒരു പെട്ടീൻ്റെ ഉള്ളിൽ ഒരു വിഷം ഉള്ള സാധനം വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു പൂച്ചേനയും വെച്ചു. പൂച്ചേനെ വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടി തുറക്കിടേൻ്റെ മുന്നേ പൂച്ചയെ മരിച്ചോ ജീവിച്ചോ എന്ന് അറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യും പെട്ടി അടച്ചിരിക്കുന്ന ഒരേ സമയം മരിക്കുകയും ചെയ്യും, ഒരേ സമയം ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെൻ്റാണ്. പക്ഷേ ഇതിൽ പ്രോബബിലിറ്റി സംഭവമാണ്. ഓക്കെ. ഒന്നില്ലെങ്കിൽ പൂച്ച വിഷം കഴിച്ച് മരിക്കാം, അല്ലെങ്കിൽ പൂച്ച വിഷം കഴിക്കാതിരിക്കും ചെയ്യുക എന്നുള്ള ഒരു കണ്ടീഷനാണ് പ്രിസംപ്ഷൻ. ഓക്കെ. an idea that is seek to be true on the basis of probability ബേസ് ചെയ്തുള്ള അനാലിസിസ് ആണ്. ഐഡിയനെ ടേക്ക് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സാണ്. ഓക്കെ. ബിഹേവിയർ അല്ലെങ്കിൽ വേറൊരു മീനിങ് കൂടി ഉണ്ട്. ബിഹേവിയർ perceived as arrogant, disrespectful and transgressing എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ട്രാൻസ്ഗ്രീസിങ് എന്ന് പറഞ്ഞാൽ ചൈന ട്രാൻസ്ഗ്രീസസ് ദ എന്ന് പറയും. നമ്മുടെ ഇന്ത്യയുടെ ട്രാൻസ്ഗ്രീസ് ചെയ്യുന്ന ബൗണ്ടറി എന്ന് പറയുന്നത്. ഇന്ത്യൻ്റെ ബൗണ്ടറിയിലേക്ക് എന്താണ് ഇരച്ചു കയറുക. ഇരച്ചു കയറുക പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഗ്രീസസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ്? അതിൻ്റെ പരിധി വിട്ടിട്ട് വരിക. ചൈനയുടെ പരിധി വിട്ടിട്ട് ഇന്ത്യയുടെ അതിർത്തി കയറുക എന്നുള്ളൊരു പ്രോസസ്സ് transgressing എന്നാണ്. the limit of what permitted or appropriated. ഓക്കെ. അങ്ങനെ മീനിങ് ഉണ്ട്. the Supreme Court in the case of Chauhan versus Union of India laid down the principles of presumption of dehumanizes the effect of delay. presumption എന്ന് പറഞ്ഞാൽ ഓക്കെ അറിയാലോ, നേരത്തെ പറഞ്ഞാൽ. കോഗ്നിസൻസ് എന്ന് പറഞ്ഞാൽ കോഗ്നിസൻസ് നോളേജ് ഓർ അവയർനെസ് എന്ന് പറയുന്നത്. നോളേജ് ഓർ അവയർനെസ്സിനാണ് കോഗ്നിസൻസ്. അൺഡ്യൂ എന്ന് പറഞ്ഞാൽ അൺഡ്യൂ മോർ ദാൻ തിങ് നെസസറി, നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം എന്നുള്ളതാണ് അൺഡ്യൂ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വെള്ളം അടിക്കുന്നതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ മദ്യപാനം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് എന്നുള്ളതിന് വേണ്ടിയിട്ടൊരു ഇമേജ് കൊടുത്താണിത്. ഓക്കെ. അൺഡ്യൂ പറഞ്ഞാൽ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം, തിങ് ഈസ് or unnecessary. Incarcerated എന്ന് പറഞ്ഞത് ഇൻകാസേറ്റഡ് എന്ന് പറഞ്ഞാൽ ജയിലിലിട്ട അവസ്ഥ. Incarcerated, someone to put somebody into prison in another place from which they cannot escape. ജയിൽ അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ജയിൽ എന്ന് ആലോചിച്ചാൽ മതി ഇൻകാസേറ്റഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ. ജയിലിൽ ഇട്ട അവസ്ഥ. അപ്പോൾ taking cognizance of undue delay in the case of petitioner who
were incarcerated prisoners. The Supreme Court confirmed that the due process guarantee under Article 21 കമൻറ്റിൽ ഇടുക എന്താണെന്നുള്ളത്. ഓക്കെ, was enabled to each and every person till this last birth. ഓക്കെ, ഇതിൽ കോഗ്നിസൻ നോളേജ് അൺഡ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറം, അൺഡ്യൂ ഡിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമുള്ള ഡിലേ അഥവാ വലിയ ഡിലേ എന്നുള്ളതാണ്. ഇൻകാസേറ്റഡ് പ്രിസണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രിസണേഴ്സ് എന്ന് പറഞ്ഞാൽ നൗണാണ്. ഇൻകാസേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, ജയിലിലിട്ട പ്രിസണേഴ്സിൻ്റെ കേസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനോർഡിനേറ്റഡ് എന്ന് പറഞ്ഞത്, ഇനോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫാർ മോർ ദാൻ യൂഷ്വലി എക്സ്പെക്ട് ചെയ്തതിൻ്റെക്കാളാണ് ഇനോർഡിനേറ്റഡ് എന്ന് പറഞ്ഞാൽ. കേട്ടോ, ഈ പൂച്ച എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ കുട്ടികളുണ്ടാക്കി. ഓക്കെ, എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ അതാണ് far more than is usually or expected. Example okay. The Supreme Court had exercised its power under Article 32 of the Constitution to commute death sentences of 15 convicts essentially interfere when inordinate delay, expect ചെയ്തതിനേക്കാളും കൂടുതൽ delay to perform constitutional function was brought to the its notice. Article 32 കമൻറ്റ് ചെയ്യുക എന്താണ് അതിൻ്റെ സാധനം എന്നുള്ളത്. ഓക്കെ, ഡിലേ ടു പെർഫോം കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷൻ വാസ് ബ്രോട്ട് ഇറ്റ് നോട്ടീസ്. ഇനോർഡിനേറ്റഡ് ഡിലേ എന്നാലോചിച്ചാൽ മതി. എന്താണ് ഡിലേ? നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ഡിലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഇനി ഇത്തറോട്ടോ എന്ന് പറഞ്ഞാൽ ഇത്തറോട്ടോ എന്ന് പറഞ്ഞാൽ അണ്ടിൽ നൗ ഓർ അണ്ടിൽ ദ പോയിന്റ് ഇൻ ദ ടൈം അണ്ടർ ഡിസിഷൻ. ഇപ്പോൾ നമ്മളൊരു ഒരു ടോപ്പിക് നടന്നു, അതിൻ്റെ ഡിസ്കഷൻ ഇതുവരെയുള്ള കണ്ടീഷനെയാണ് നമ്മൾ പറയുന്നത്. ഉണ്ടോ, നമ്മൾ ഹിത്തറോട്ടോ എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ പാസ്റ്റ് ടു ഫ്യൂച്ചർ വരെയുള്ള ആ ഇവൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെയുള്ള ആ ഇവൻറ്റിൻ്റെ ഡിസ്കഷനെ പറ്റിയിട്ടാണ് ഇത്തറോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിളിലേക്ക് എടുക്കാം. ഇറ്റ് വാസ് ഹിത്തറോട്ടോ ബിലീവ് that the power of speaker holding constitutional office and exercising power granted under the constitution were beyond the scope of writ of mandamus. എന്താണ് മാൻഡമസ്? മാൻഡമസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്സസ് ഉണ്ട്. ഒരു ഓഫീസർ എന്താണ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് ക്യൂ വാറൻഡോ സെൻഷ്യൂററി എന്ന് പറഞ്ഞ് നമുക്ക് കുറേ റിട്സസ് ഉണ്ട്. ഇന്ത്യൻ എന്താ സുപ്രീം കോർട്ടിൻ്റെ റിട്ട് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സസ് പാലിക്കാൻ വേണ്ടി സുപ്രീം കോർട്ട് വിടുന്ന സാധനമാണ് റിട്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഒരു റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അയാളുടെ ഡ്യൂട്ടി മര്യാദയ്ക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ കോർട്ടിന് ഇടപെടാം, അതാണ് ആ സംഭവം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹിത്തറോട്ടോ എന്ന് പറഞ്ഞാൽ ഹിത്രോട്ട് ഓഫ് ബിലീവ് എന്നാണ്. ഹിത്രോട്ടോ എന്ന് പറഞ്ഞാൽ ഇതുവരെയുള്ള സമയം, ഡിസിഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതുവരെയുള്ള സമയത്തിനാണ് ഹിത്തറോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, മിയർലി എന്ന് പറഞ്ഞാൽ എന്താ? മിയർലി ജസ്റ്റ് നൗ, ഓൺലി, ഇപ്പോഴുള്ള അവസ്ഥ ഉണ്ടോ, വാച്ച് നോക്കുന്ന ഇപ്പോഴുള്ള അവസ്ഥ തന്നെയാണ് നമ്മൾ മിയർലി, ഓൺലി, മിയർലി. പിന്നെ ഈ വേർഡ് എന്താന്ന് വെച്ചാൽ എന്താണ്? റിലം എന്ന് പറഞ്ഞാൽ എന്താ? കിങ്ഡത്തിനാണ് റിലം എന്ന് പറയുന്നത്. റിലം എന്ന് പറഞ്ഞാൽ കിങ്ഡമാണ്. അഡ്ജുഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എ ഫോർമൽ ജഡ്ജ്മെന്റ് ഓൺ എ ഡിസ്പ്യൂട്ടഡ് മാറ്റർ. ഫോർമൽ ജഡ്ജ്മെന്റ് ഓൺ എ ഡിസ്പ്യൂട്ടഡ് മാറ്ററിനാണ് അഡ്ജുഡിക്കേഷൻ എന്ന് പറയുന്നത്. ഉണ്ടാവും സുപ്രീം കോർട്ട് മാതിരിയുള്ള ഒരു ഓർഗനൈസേഷൻ അഡ്ജുഡിക്കേഷൻ അതോറിറ്റിയാണ്. ഓക്കെ, കോണ്ടംപ്ലേറ്റഡ് തറോലി ഫോർ എ ലോങ് ടൈം എന്നാണ്. ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഈ കുട്ടി മാക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് സോൾവ് ചെയ്യാൻ തല ഒക്കെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിക്കുക, എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത്. അതാണ് ലുക്ക് തറോലി ഫോർ എ ലോങ് ടൈം. ഓക്കെ, ചിന്തിച്ച് അത് ചെയ്യാൻ നിൽക്കുകയാണ്, അതാണ് വെച്ചത് കോണ്ടംപ്ലേറ്റ്. However, the apex court early judgment in Rajendra Singh Rana and Swami Prasad Maurya
confirmed its view that the failure on part of speaker to be decided that application seeking a disqualification is said to be merely in the realm, merely just in a realm. Realm enna നേരത്തെ അറിയാലോ സാമ്രാജ്യം. And it was against the very constitutional scheme of adjudication contemplate 10th schedule. 10th schedule എന്താ? 10th schedule എന്താണ് എന്ന് കമന്റ് ചെയ്യുക. ഇത് നമ്മൾ GS ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത വേർഡാണ് preclude. To prevent somebody or somebody from doing something, to make them impossible. Preventing something from happening, from doing something, to make something impossible. നമ്മളിപ്പോൾ കൈ പ്രിവെന്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? പ്രിവെന്റ് ചെയ്യുന്ന ആക്ഷനാണ് ആദ്യം നടക്കുന്നത്. ഈ ആക്ഷനെയാണ് ഓക്കെ. ടു പ്രിവെന്റ് സംബഡി ഫ്രം ഹാപ്പനിങ് ഓർ ഫ്രം ഡൂയിങ് സംതിങ് ആണ്. ഏതാണ് മീനിങ് ഉണ്ടോ? നമുക്ക് കൊറോണയെ പ്രിവെന്റ് ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇതിൻ്റെ മുമ്പ് ഈ ആക്ഷനില്ലേ കൈ, അതിനാണ് പ്രിക്ലൂഡ്. അങ്ങനെ പ്രിവെന്റ് ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ പറയുന്നത് പ്രിക്ലൂഡ് എന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ ആശയം തലയിൽ കയറി. പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യുക്ക് ഉണ്ടോ? നമ്മൾ ചില സമയങ്ങളിൽ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ടാബ് വരും. നമുക്ക് പ്രോംപ്റ്റ് ടാബ് എന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ഇതിനെ പറയും. പെട്ടെന്ന് ഒരു ടാബ് വരും, അതിനാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. കോസ് ഓർ ബ്രിങ് അബൌട്ട് ആൻ ആക്ഷൻ ഓർ ഫീലിംഗ്. പെട്ടെന്ന് വരുന്ന ഒരു ഇവൻ്റ് ആണ് ശരിക്കും പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ. ബൈ ഡൂയിങ് സോ the Supreme Court has indicated that it would only exercise caution have it come to prevent injection in legitimate action. But ഇതെന്താണെന്നുള്ള കമൻറ്റിൽ ഇടുക. ഓക്കെ but would not be precluded from issuing direction in the constitutional authority arriving at a prompt decision എന്നുള്ളത്. പ്രിക്ലൂഡ് പ്രോംപ്റ്റിൻ്റെ മീനിങ് ഒന്ന് തലയിൽ കയറി ഉണ്ടാവും. ഓക്കെ, അറ്റ് ദ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് ദ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡൺ ഓർ കോസ്ഡ് ബൈ എന്നുള്ളതാണ്. ഡൺ ഓർ കോസ്ഡ് ബൈ എന്നുള്ള മീനിങ് ആണ് അറ്റ് ദ ഹാൻഡ് ഓഫ് എന്നുള്ളത്. ഓക്കെ, അറ്റ് ദ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഡൺ ഓർ കോസ്ഡ് ബൈ. എക്സാമ്പിൾ നോക്കാം. ഇൻ ദ പ്രസന്റ് കേസ് ദർ ഹാസ് നോ സബ്സ്റ്റാൻഷ്യൽ ഡിലേ അറ്റ് ദ ഹാൻഡ് ഓഫ് ഗവൺമെന്റ് ഇൻ 15 legislative council of Tamil Nadu and sequentially the constitution the council of minister will end May 2021. അപ്പോൾ അറ്റ് ദ ഹാൻഡിൻ്റെ മീനിങ് എന്താണ്? ഡൺ ഓർ കോസ്ഡ് ബൈ എന്നുള്ളതാണ്. ഓക്കെ, റെൻഡർ നേരത്തെ ഞാൻ പറഞ്ഞു. പ്രിവോയ്ഡ് സർവീസസ് ഉണ്ടോ? സർവീസസ് കൊടുക്കുകയാണ്. പ്രിവോയ്ഡ് സർവീസസ് എന്നുള്ളതാണ് റെൻഡേർഡ് എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ എക്സാമ്പിളിലേക്ക് ഇടാം. കോൾ ഫോർ ഇമ്മീഡിയറ്റ് ഇൻ്റർഫറൻസ് ഓഫ് സുപ്രീം കോർട്ട് for otherwise would rendered the resolution passed by the Supreme Court. The Council of Minister would contain Article 161. The meaning 161 and the Article 161 comment ചെയ്യുക. Okay, constitutional meaningless. Okay, rendered എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള മീനിങ് അറിയാലോ? സർവീസസ് കൊടുക്കുക എന്നുള്ള. Otherwise would resolution passed. Okay, ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താണെന്ന് നോക്കാം. കോൺവിക്സിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താ? അക്വീറ്റ് എന്നാണ്. ഓക്കെ, നോക്കാം. കോൺവിക്റ്റിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താ? അഥവാ ഓപ്പോസിറ്റ് മീനിങ് എന്താണ്? അക്വീറ്റ് എന്നാണ്. ഫെലോൺ എന്ന് പറഞ്ഞാൽ എന്താ? ഫെലോൺ ക്രിമിനൽ ഹു കമ്മിറ്റഡ് സീരിയസ് ക്രൈം എന്നുള്ള ക്രിമിനൽ എന്നുള്ളതാണ്. അക്വീറ്റ് ഫ്രം എന്ന് പറഞ്ഞാൽ എന്താ? അക്വീറ്റ് എ ക്രിമിനൽ ചാർജ്ഡ് ബൈ വെർഡിക്റ്റ് ഓഫ് നോട്ട് ഗിൽട്ടി അല്ലാത്ത അവസ്ഥ, ക്രിമിനൽ അല്ലാത്ത അവസ്ഥ. ഓക്കെ, ഫ്യൂഗിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അടിച്ചു മാറ്റി മുങ്ങുന്ന ആൾക്കാരെ പറയുന്നതാണ്. ഫ്യൂഗിറ്റീവ് എക്കണോമിക് ഒഫൻഡർ എന്നൊക്കെ. വിജയ് മല്യ, നീരാവ് മോഡി ഒക്കെയുള്ള ഫ്യൂഗിറ്റീവ് ആണ്. ഓക്കെ,
എ പേഴ്സൺ ഹൂ ഹാസ് എസ്കേപ്ഡ് ഫ്രം ക്യാപിറ്റിവിറ്റി ഓർ ഇൻ എ ഹൈഡിങ്ങിന് വേണ്ടി മുങ്ങുക. ലൈഫർ എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റാൻസസ് കിട്ടിയ, ലൈഫ് സ്റ്റാൻസസ് പറയാം 12 വർഷമല്ലേ, ഓക്കെ 12 ഇയർ. ലൈഫ് പറഞ്ഞാൽ എന്താ, ഇതാണ് എന്താണ്, ലൈഫ് ടൈം ഇംപ്രിഷൻമെൻറ്റ് കിട്ടിയ ആൾക്കാർ, ലൈഫ് ടൈം ജയിലിൽ കിടക്കുന്ന ആൾക്കാരാണ്, ഓക്കെ ലൈഫർ. ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർവെൻഷൻ ലൈസർ ഫെയറിയാണ് എൻ്റെ കറക്റ്റ് ആൻസർ. ഓക്കെ. മെഡലിംഗ് എന്ന് പറഞ്ഞാൽ അൺവാറണ്ടഡ് ഇൻ്റർഫറൻസ് ആണ്, ഇൻ്റർഫറൻ്റ് ചെയ്യുക എന്നുള്ളതാണ് മെഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ആവശ്യമില്ലാതെ വന്ന് ഇടപെടുക എന്നുള്ളതാണ് മെഡലിംഗ്. ആർബിറ്റർമെൻറ്റ് എന്ന് പറയുന്നത് ആർബിറ്റർമെൻറ്റ് ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പീസ്മെൻറ്റ് ആക്ഷൻ ടു പ്രോസസ് അപ്പീസിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാര്യം നേടിയിടാൻ വേണ്ടിയിട്ടുള്ള. ലൈസർ ഫെയറി എന്ന പോളിസി, ലൈസി ഫെയറി അതൊക്കെ ഫോറിൻ വേർഡാണ്. പോളിസി ഓഫ് ലിവിങ് തിങ്സ് ടു ടേക്ക് ദെയർ ഓൺ കോഴ്സ് വിത്തൗട്ട് ഇൻ്റർഫിയറിങ് എന്നുള്ളതാണ്. ഓക്കെ. പാരഡോൺ എന്ന് പറഞ്ഞാൽ എന്താ, കാസ്റ്റിഗേറ്റ് എന്നുള്ളതാണ്. കാസ്റ്റിഗേറ്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓപ്പോസിറ്റ് ഓഫ് പാരഡോൺ കാസ്റ്റിഗേറ്റ്. നോക്കാം. പാരഡോണിൻ്റെ കാസ്റ്റിഗേറ്റ് എന്താ, സഫർ ലോസ് ഹാർഡർഷിപ്പ് ഇൻ ക്രിമിനൽ ഒഫൻസിൻ്റെ ബേസിസിൽ ഇതാക്കുന്നതാണ്, ഇമ്പോസ് ചെയ്യുന്നതിൻ്റെ അവസ്ഥയാണ് കാസ്റ്റിഗേറ്റ്. റെമിഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ ഓഫ് ഡെബിറ്റ് ഓർ ചാർജ് ഓർ പെനാൾട്ടി ക്യാൻസൽ ചെയ്യുന്നതാണ്. ക്ലീമൻസി എന്ന് പറഞ്ഞാൽ എന്താ, ലീനിയൻസി എന്നുള്ളതാണ്. ലീനിയൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഫുൾ ഓർ ടോളറൻറ്റ് ദാൻ എക്സ്പെക്റ്റഡ്. ഒരാൾ നമ്മൾ എന്താ പറയുക, നിയമങ്ങളൊക്കെ ഒന്ന് ലഘൂകരിക്കുന്ന പ്രോസസ്സിനാണ് ലീനിയൻസി എന്നൊക്കെ പറയുന്നത്. ക്ലീമൻസി എന്ന് പറഞ്ഞാൽ മേഴ്സി പെറ്റീഷൻ എന്ന് കേട്ടിട്ടില്ലേ, ഒരാൾ രോഗം വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മരിക്കാം, ഈ വേദന കുറഞ്ഞ രീതിയിലുള്ള എത്തുനേഷ്യ വേദന കുറഞ്ഞ ടൈപ്പ് സാധനങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്. അങ്ങനെ ചെയ്യാം, അങ്ങനെ മേഴ്സി എന്ന് പറഞ്ഞാൽ. അടുത്ത റീഹൈഡ്രേറ്റഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ, കൺസീൽ. റീഹൈഡ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം പറയുക എന്നുള്ള മീനിങ് ആണ്. കൺസീൽ എന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ. നോട്ട് അലൗഡ് ടു സീൻ ഓർ ഹൈഡ്. റീക്യാപിറ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റീക്യാപിറ്റുലേറ്റ് സമ്മറൈസസ് ആൻഡ് സ്റ്റേറ്റ് അഗെയിൻ ദ മെയിൻ പോയിന്റ്, ഒന്നും കൂടി സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ബിലേബർ എന്ന് പറഞ്ഞാൽ ആർഗ്യൂ ഓർ ഡിസ്കഷൻ ഇൻ എക്സസീവ് ഡീറ്റെയിൽഡായി പറയാം. ഇൻജെർമിനേറ്റ് എന്നാൽ എന്താ, റീഹൈഡ്രേറ്റ് എ വേർഡ് ഓർ സ്റ്റേറ്റ്മെന്റ് ടിപ്പിക്കലി ടു എംഫസൈസ്. ഇൻജെർമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, വീണ്ടും പറയാം. അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.